അല്ലാഹുവേ, ഇന്നലെ വയനാട് ജില്ലയിൽ പൊതുശ്മശാനത്ത് മറവ് ചെയ്ത ഒരുപാട് മനുഷ്യർ, അവരുടെ മതമേതാണെന്ന് പോലും വ്യക്തമല്ല, അവരുടെ ബാക്കിക്കാരാരാണെന്ന് വ്യക്തമല്ല. ഒരു പക്ഷേ ആ മയ്യത്ത് ബന്ധുക്കൾ തന്നെ നേരിട്ട് കണ്ടിരിക്കും. പക്ഷേ ഇതിൻ്റെ ഭർത്താവാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം, ഭാര്യയാണ്, ഉമ്മയാണ്, ഉപ്പയാണ്, മകനാണ്, മകളാണ്, അയൽവാസിയാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ആ മയ്യത്തിൻ്റെ അവസ്ഥ മാറി വികൃതമായി. യാ അല്ലാഹ്, യാ അല്ലാഹ്, ആ മയ്യത്തുകളിൽ ഒരു മയ്യത്തിനെയും കൃത്യമായി മതാചാരപ്രകാരം മറവ് ചെയ്യാനായില്ല. എത്രമേൽ വലിയ പരീക്ഷണം! യാ അല്ലാഹ്, റബ്ബേ, അങ്ങനെ ഒരു അവസ്ഥയൊന്നും ഞങ്ങൾക്ക് വരുത്തരുത് റബ്ബേ. അഹ്ലുൽ ഖിബ്ലക്ക് വരുത്തരുതേ അല്ലാഹ്, ഒരാൾക്കും വരുത്തരുതേ അല്ലാഹ്. പരിപൂർണ രക്ഷ വിധിക്കണമേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. അവർക്ക് ബന്ധുക്കളെന്ന് പറഞ്ഞ മയ്യത്തെടുത്ത് കൊണ്ടുപോയി മറവ് ചെയ്യാനാരും. പക്ഷെ വലിയൊരു അവസ്ഥ എന്താന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ മയ്യത്തിനെ ബന്ധുക്കൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ തിരിച്ചറിയണ്ടേ? കാരണം മുഖമൊന്നും ഈ ഒരു വലുപ്പൊന്നും അല്ല. നമ്മളെ മുഖമൊക്കെ എവിടെ ഒന്ന് തട്ടിപ്പോയാൽ അവിടെ വീങ്ങൂലേ? ഇതിങ്ങനെ തട്ടി ഉടഞ്ഞ് ആകെ റബ്ബേ കിലോമീറ്ററുകളോളം ഈ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒലിച്ചു പോയിട്ട് നൂറുകണക്കിന് മയ്യത്തല്ലേ ചാലിയാറിൽ നിന്ന് കിട്ടിയത്. നമ്മൾ കണ്ടതിനേക്കാൾ അപ്പുറാണ് കാര്യങ്ങൾ. ഈ സൈന്യങ്ങൾ മാത്രമുള്ള ചില വാട്സപ്പുകളുണ്ട്, സൈന്യങ്ങൾ മാത്രമുള്ള ചില വാട്സപ്പ് വാർത്താ മാധ്യമ ചാനലുകാർക്കൊന്നും പലർക്കും അവിടെ ഒന്നും എത്തിപ്പെടാൻ കഴിയൂല. അവരിൽ ചില ആളുകൾ, മുമ്പ് സൈന്യത്തിൽപ്പെട്ടവർ, അവർക്കൊക്കെ കിട്ടിയിരുന്ന ദാരുണമായ ചില കാഴ്ചകൾ കണ്ടപ്പോൾ അല്ലാഹുവേ, എന്താ ഇപ്പം മനുഷ്യൻ്റെ അവസ്ഥ? അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അപ്പോൾ ദ്വാരക്കാൻ ആരുമില്ലാത്തവർക്ക് നമ്മൾ അവരുടെ ഒരു കുടുംബം പോലെയായി മാറി ദ്വാരക്കണം. കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ വിളയിൽ വെച്ച് പറഞ്ഞിരുന്നു, നാളല്ല മറ്റന്നാൾ ബുധനാഴ്ച ആ മരണപ്പെട്ടവരുടെ പേരിലൊക്കെ ആവുന്നത്ര യാസീനുകൾ ഓതണം. പ്രത്യേകിച്ച് ഈ ക്ലാസിൻ്റെ പേരിൽ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ആരാരുമില്ലാത്തവർക്ക് താങ്ങാവണമല്ലോ നമ്മൾ. അപ്പം അതുകൊണ്ട് കഴിയുന്നത് പോലെ അവരുടെ പേരിൽ ഖത്മുകൾ ഏറ്റെടുക്കണം. ജുസുകൾ എത്ര ജുസ് ആണോ ഏറ്റെടുത്ത് ഓതി തീർക്കാൻ പറ്റുന്നത്, ഇഖ്ലാസ് എത്രയാണോ, അവർ ഉഖ്റവിയായ ശുഹദാക്കളാണ്. അപ്പം ഇൻഷാ അല്ലാഹ് അങ്ങനെ കോതി വരിക. പ്രത്യേകിച്ച് നാളെ മറ്റന്നാൾ ബുധനാഴ്ച വിളയിൽ പറപ്പൂര് തീങ്കാനയിൽ വെച്ച് നടക്കുന്ന ക്ലാസ്സിൽ അവരുടെ പേരിൽ യാസീനോ കോതി പ്രത്യേക ദുആഇൻ്റെ മജ്ലിസ്, അവർക്ക് വേണ്ടിയുള്ളൊരു മജ്ലിസാണ്. പങ്കെടുക്കാൻ കഴിയുന്നവരൊക്കെ ശ്രമിച്ചോളൂ. അല്ലാഹുവേ, അങ്ങനത്തെ ദുരന്തത്തെ തൊട്ടൊക്കെ അല്ലാഹു നമ്മളെ കാക്കട്ടെ, അപൂർണമായ കാവൽ നൽകട്ടെ.